ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആമുഖമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം അറിയാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന് എന്താ പറയുക, ഒരു നമ്മൾ പലപ്പോഴും സ്ലേറ്റിലോ അല്ലെങ്കിൽ പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ, സ്ലേറ്റിലാണെങ്കിൽ വെള്ളം മുക്കി അങ്ങ് തുടച്ചാൽ അങ്ങ് മായ്ക്കും. അതുപോലെ തന്നെ പേപ്പറിലാണെങ്കിൽ പ്രത്യേകതരം റബ്ബറുകളൊക്കെ ഉണ്ട് അല്ലേ, പേന മഷി മായുന്നതാവാം, അല്ലെങ്കിൽ പെൻസിലിൻ്റെ മായുന്നതാക്കാം, പ്രത്യേക ഈ ഇത്തരത്തിലുള്ള ഇറേസറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തുടച്ചു കഴിഞ്ഞാലും ആ എഴുതിയതെല്ലാം മാറിപ്പോകും. ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചില വേദനകൾ, ആരൊക്കെയോ മുറിവേൽപ്പിച്ച മുറിപ്പാടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ വേദനകൾ, എന്തൊക്കെയോ ചില പ്രത്യേക കാര്യങ്ങൾ കർത്താവ് ഇന്ന് ഹൃദയങ്ങളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇന്നത്തെ ദിവസം കർത്താവ് വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, മെയ് 1 ഹാപ്പി ഹോംസ് എന്ന പേരിൽ ദമ്പതികൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക മീറ്റിംഗ് നടത്തുകയാണ്, കോൺഫറൻസ് നടക്കുകയാണ്. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരുപക്ഷെ ഭർത്താവ് നിങ്ങളുടെ കൂടെയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഇപ്പോൾ കൂടെയില്ല, നോ പ്രോബ്ലം, നിങ്ങൾക്ക് സിംഗിളായിട്ടും അറ്റൻഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആദ്യത്തേത് അഹമ്മദാബാദിൽ നിന്ന് അരുൺ കുമാർ പി ആണ്. താങ്ക് യു. ഒരു കീ സ്പോൺസറാണ്. ഇപ്പോൾ ചെയ്യുന്ന ജോലി ലേ ഓഫ് വരാതെ ദൈവം സൂക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ്. അല്ലെ, ലേ ഓഫ് വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്. കർത്താവിനൊരു വലിയ ഹല്ലേലൂയ പറയാമോ? താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജോലി വിജയകരമാകുവാനും മാനേജ്മെന്റിനെ തൃപ്തികരമാക്കി മുന്നോട്ട് പോകുവാനും ഭവനത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകുവാനും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കോ സ്പോൺസറാണ്, കോട്ടയത്ത് നിന്ന് ബീനാകുമാരിയാണ്. താങ്ക് യു സിസ്റ്റർ. ഇന്ന് മകൻ അഖിലിൻ്റെ 32ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അഖിൽ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ശരിയാകുവാൻ, ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, ആ മകൻ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികൾ തുറക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താൽ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഈ സന്ദേശം എഴുതിയെടുക്കാറുണ്ട്? എത്ര പേർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്? ഇന്ന് നിങ്ങൾ എഴുതിയെടുക്കുന്നതിനോടൊപ്പം കേൾക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാ മനുഷ്യരെയും ഭയങ്കരമായി പിടിച്ചു കുലുക്കുന്ന ഒന്നാണ് മരണഭയം. അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ പോകുന്നു, ഇങ്ങനെ ആശങ്കയിൽ ജീവിക്കുന്ന, ഒരുപക്ഷെ ഈ ഹൃദയമിടിപ്പ് കൂടുന്ന, പാൽപിറ്റേഷൻസ് വരുന്നതിൻ്റെ പ്രധാന കാരണം ഭയം വരുമ്പോൾ ഭാവിയിൽ എന്തോ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ചിന്തകളിലാണ്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ സംസാരിച്ചു. ഭർത്താവ് ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇട്ടിട്ട് പോകുന്നു, മക്കൾ നോക്കുമോ, വാർദ്ധക്യകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ, ഒറ്റപ്പെട്ടു പോകുമോ. വാർദ്ധക്യത്തിൽ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി വരുന്നത് ഏകാന്തതയാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആരോടും സംസാരിക്കാനില്ല, അങ്ങനെയൊക്കെയുള്ള. എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോഴേ വാർദ്ധക്യത്തിലേക്ക് നടക്കുന്നവർ ഇപ്പോഴേ വേറെ ആരെയും അഥവാ കിട്ടിയില്ലെങ്കിലും സംസാരിക്കാൻ, കർത്താവുമായുള്ള സംസാരം ഒക്കെ ഒന്ന് റെഡിയാക്കി ടോക്കിംഗ് ടേംസിൽ ജീവിക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? എൻ്റെ അർത്ഥം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയണമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നേ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം 60,000-ഓളം ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. അതിൽ നെഗറ്റീവായ ചിന്തകൾ കൂടുതലാണെങ്കിൽ ജീവിതം അങ്ങോട്ട് ചരിയും. എന്നാൽ പോസിറ്റീവായ ചിന്തകൾ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചിന്തകളാണെങ്കിൽ അങ്ങോട്ടായിരിക്കും മാറാൻ. പ്രത്യാശയുള്ള ചിന്തകളാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ജീവിതം മുഴുവൻ പ്രത്യാശയോടുകൂടെ, മുഖത്തെ ഫേഷ്യൽ മസിൽസ് ഒക്കെ ഒന്ന് വിടർന്ന്, അങ്ങനെയുള്ള വ്യക്തികളുടെ മുഖത്ത് തന്നെ ഒരു ഗ്ലോ, ഒരു പ്രകാശം, ഒരു റേഡിയൻസ്, ഒരു ശോഭ ഉണ്ടാവില്ലേ? ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം കണ്ടാൽ അറിയാം, ഗ്ലൂമിയായി, ഫേഷ്യൽ മസിൽസ് ഒക്കെ ഒന്ന് വലിഞ്ഞ് മുറുകി, വല്ലാത്ത ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം. ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ അറിയാം. എന്നാൽ
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, ദയ, പരോപകാരം, ദീർഘക്ഷമ തുടങ്ങിയുള്ള 9 ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നോക്കൂ, സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങി എല്ലാം അതിൽ വന്നിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, പകരം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്, അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സബ്സൈഡ് ചെയ്ത് മാറും. അപ്പം നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ആശങ്ക, എനിക്ക് തോന്നുന്നു 115-ാം സങ്കീർത്തനത്തിൽ എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ ഇങ്ങനെ പറഞ്ഞു, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ്. ദൈവമേ, എൻ്റെ കാലഗതികളൊക്കെയും നിന്റെ കൈകളിലാകുന്നു എന്ന് വെച്ചാൽ മൈ ടൈംസ്, മൈ ഫ്യൂച്ചർ. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, പാസ്റ്റിനെ ഹോൾഡ് ചെയ്തവൻ ഫ്യൂച്ചറിനെയും ഹോൾഡ് ചെയ്യാൻ ശക്തനല്ലേ? കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയവന് ഇനിയുള്ള ജീവിതകാലത്ത് നമ്മെ നടത്താൻ ശക്തനല്ലേ? നമ്മുടെ അവസാന നാൾ വരെ ഈ ഭൂമിയിൽ നടത്താനും അതിനുശേഷം നിത്യതയിൽ നടത്താനും നിത്യനായ ദൈവത്തിന് സാധിക്കില്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അടിസ്ഥാനമിട്ട് വേരിറക്കി നമ്മൾ സ്ട്രോങ് ആയി പോകേണ്ട കാര്യങ്ങളാണ്. കർത്താവിലുള്ള ദൃഢവിശ്വാസം. മോശയുടെ സക്സസിന്റെ ഒരു രഹസ്യം എഴുതിയിട്ടുള്ളത്, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അദൃശ്യനായ ദൈവത്തെ ആരും കാണുന്നില്ല, പക്ഷെ അവൻ കണ്ടു. അതുകൊണ്ട് ഉറച്ചു നിന്നു. 20-30 ലക്ഷം ആളുകളെ ഒരൊറ്റ വ്യക്തിയുടെ ലീഡർഷിപ്പിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്ന പ്രോസസ്സിന് പതിറ്റാണ്ടുകൾ, 40 വർഷം പിറുപിറുക്കുന്ന, എന്നും ബഹളമുണ്ടാക്കുന്ന, കരയുന്ന ജനത്തിന്, പാപത്തിലേക്ക് എപ്പോഴും വഴിതെറ്റിപ്പോകുന്ന ജനത്തെ, തന്നെ പല പ്രാവശ്യം കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന ജനത്തെ മുന്നിലേക്ക് നടത്താൻ സാധിച്ചത് അദൃശ്യനായ ദൈവത്തെ. ഓ മൈ ഗോഡ്, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഈ നാളുകളിൽ ദൈവത്തിൽ അങ്ങ് ഉറയ്ക്കണം, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കണം. അങ്ങനെ വരുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഒരു കരുത്ത് അവരവരുടെ അകത്ത് തന്നെ കർത്താവ് പണിതുയർത്തും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒന്ന് ലൈവ് ചാറ്റിൽ, യൂട്യൂബിലൊക്കെ കാണുന്നവർ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, ആരുമില്ലെങ്കിലും എനിക്ക് ദൈവമുണ്ടെന്ന് പറ. ആര് വിട്ടുപോയാലും എനിക്ക് ദൈവമുണ്ട്, ആര് കൂടെ ഇല്ലെങ്കിലും എനിക്ക് ദൈവമുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. അവന് മാറാൻ കഴിയില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറഞ്ഞേക്കാം. എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പലരും പറയും, എന്ത് ദൈവസാന്നിധ്യമായിരുന്നു. ആദ്യത്തെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ അയ്യോ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രയർ സെൽ ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയിൽ ഒരു ഹീലിംഗ് ക്രൂസ് ഉണ്ടാകും, നമ്മുടെ ഏതെങ്കിലുമൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ ഇന്ന് ഭയങ്കര ദൈവസാന്നിധ്യം, എനിക്കവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, അതുപോലെ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിന്ത എന്താ? ദൈവസാന്നിധ്യം നമ്മളെ വിട്ടുപോയി എന്നല്ലേ? അത് ശരിയാണോ? നോ. ദൈവസാന്നിധ്യത്തിന് പല തലങ്ങളുണ്ട്. അതിലൊന്നാണ് ദി ഓംനി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവ്വസാന്നിധ്യം. പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, അതാണ് ഓംനി പ്രസൻസ്. ഇതുകൂടാതെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറഞ്ഞ, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സാന്നിധ്യം. അത് കൂടാതെ ഈ പ്രാർത്ഥനാ യോഗങ്ങളൊക്കെ വരുമ്പോൾ, ചില സമയത്ത് ഇതുപോലെ മോർണിംഗ് ഗ്ലോറി നടക്കുമ്പോൾ ഒരു വചന ശുശ്രൂഷ കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ
പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കസേരയിൽ തന്നെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റും, അതുപോലെ ദൈവസാന്നിധ്യം അഭിഷേകവും വന്ന് സ്പർശിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം. അവിടെ അങ്ങ് ശരീരത്തിൽ അനുഭവിക്കാവുന്നത് പോലെയോ വികാരങ്ങളെ തൊടുന്നത് പോലെയൊക്കെ ദൈവത്തിൻ്റെ സ്പർശനമുണ്ടായി എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവം ആബ്സെൻ്റ് ആണെന്നല്ല. God is never absent in any place. He is always present. അതുകൊണ്ടാണ് the omnipresence of God എന്ന് പറയുന്നത്, എല്ലായിടത്തുമുള്ള സർവ്വസാന്നിധ്യം. ഇതുകൂടാതെ ഒരു ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട് നമ്മുടെ അകത്ത്. സത്യം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഹൃദയം തുറന്ന് സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മുടെ അകത്ത് ഉണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. ഇനി ഈ ദൈവസാന്നിധ്യം തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഘനീഭവിച്ചതുപോലെ, സോളിഡിഫൈ ചെയ്തതുപോലെ മഹത്വമായ ദൈവത്തിൻ്റെ ഗ്ലോറി ആയിട്ടൊക്കെ ഇറങ്ങും. ആ സമയത്ത് സൂപ്പർ നാച്ചുറലായ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാകും. ഇങ്ങനെയുള്ള പല തലങ്ങൾ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രത്യേക സമയത്ത് ഫീൽ ചെയ്യുന്നില്ല ദൈവത്തെ. അങ്ങനൊരു സമയത്തും ദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ചില മാസങ്ങൾക്ക് മുൻപ് ചില ഞായറാഴ്ചകളിൽ ഞാൻ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് സംസാരിച്ചു. എൻ്റെ ക്രമം ഇങ്ങനെയാണ്: ഫാക്ട്, ഫെയ്ത്ത്, ഫീലിംഗ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഉള്ള സത്യം, അതിനുശേഷം ഫെയ്ത്ത്, അതിനുശേഷമാണ് ഫീലിംഗ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണ്, ദൈവം ഉണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. പക്ഷെ ഫീൽ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, എനിക്ക് ഫീൽ ചെയ്തില്ല എന്നതുകൊണ്ടും ദൈവം അവിടെ തന്നെ ഇല്ലേ? ഇറ്റ്സ് എ ഫാക്ട്, നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. ഈ ഫാക്ട് കഴിഞ്ഞ ഉടൻ തന്നെ വരുന്നതാണ് ഫെയ്ത്ത്. അതെന്താണത്? ഈ ഫാക്റ്റിനെ ബേസ് ചെയ്താണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമുണ്ട്, ദൈവം നല്ലവനാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപാലുവാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആര് വിശ്വസിച്ചാലും ഇല്ലേലും അത് മാറ്റമില്ലാത്തതായതുകൊണ്ട് ഈ ഫാക്റ്റിൻ്റെ മേലാണ് ഞാൻ എൻ്റെ ഫെയ്ത്ത് വയ്ക്കുന്നത്. ഫാക്ട്, ഫെയ്ത്ത്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ ലൈവ് ചാറ്റിൽ, ഫാക്ട്, ഫെയ്ത്ത്, ഫീലിംഗ്. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, ഫാക്ട്, ഫെയ്ത്ത്, ഫീലിംഗ്. അഥവാ വസ്തുതകൾ, യാഥാർത്ഥ്യം ഒന്നാമത്തേത്, വിശ്വാസം, വികാരങ്ങൾ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ ഫാക്റ്റിൻ്റെ മേലാണ്. ഈ ഫാക്റ്റ് എവിടെ കിട്ടും? വചനത്തിൽ. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ, എവ്രി സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ഡ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം ശ്വസിച്ച, ദൈവത്തിൻ്റെ ബ്രത്ത് ഉള്ള, ദൈവത്തിൻ്റെ വായിൽ നിന്ന്. ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലും ആരും എന്നെ ഒന്നും പറയരുത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ പരീക്ഷകനായ പിശാച് യേശുവിനെ വന്ന് പരീക്ഷിക്കുന്ന സമയത്ത് കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. വായിൽ നിന്ന്, ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചാൽ അറിയാം, ബ്രത്ത് വരുന്നുണ്ട് അല്ലേ? ഈ 2 ബലൂണുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, നമ്മുടെ വാരിയലിൻ്റെ കേജിൻ്റെ അകത്ത്, കൂടിൻ്റെ അകത്ത് 2 ബലൂണുകളുണ്ടല്ലോ, ശ്വാസകോശങ്ങൾ, ലങ്സ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മുടെ സ്വനപേടകത്തിലൂടെ, ഇവിടെ ഒരു സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ, വോക്കൽ കോഡ്സിലൂടെ എല്ലാം തട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ആണ്. അതെന്ന് ബ്രത്തില്ലെങ്കിൽ, ഇതിനകത്ത് ശ്വാസമില്ലെങ്കിൽ, ശ്വാസം പുറത്തേക്ക് വരുന്നെങ്കിൽ ഈ വാക്കുകളും വരുന്നില്ല. അപ്പൊ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആ ബ്രത്തോടുകൂടെ പുറത്തേക്ക് വരുന്ന, ദൈവത്തിൻ്റെ ബ്രത്ത് എന്ന് പറയുന്നവൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന അവൻ്റെ വചനങ്ങളാലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വചനങ്ങൾക്ക് ഒരിക്കലും എന്തില്ല? മാറ്റമില്ല. മാറ്റമില്ല. അപ്പം അതിൻ്റെ മേലാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ കൊണ്ടുപോയി വയ്ക്കുന്നത്. ഇനി അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എനിക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നത്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, ഈ നാളുകളിൽ ഇവിടെ നോക്ക്,
എന്നെ നോക്ക്. പ്ലീസ് 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 പ്ലീസ്. ഈ നാളുകളിൽ ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. വേറെ ആളോടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഈ നാളുകളിൽ ദൈവം നിങ്ങളെ വിശ്വാസത്തിൻ്റെ ധൈര്യവും ഒരു വലിയ പ്രത്യാശയും നൽകി ഉള്ളുറപ്പോടെ ചങ്കൂറ്റത്തോടെ ഭാവിയിലേക്ക് ചുവടുകൾ വയ്ക്കാൻ, ഒറ്റയ്ക്കല്ല, യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുവടുകൾ വയ്ക്കാൻ കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സായി പലരുടെയും സ്വഭാവ രീതികളെ, നേച്ചർ തന്നെ കർത്താവ് എടുത്ത് മാറ്റാൻ പോവുക. എഴുതി വെച്ചോ. സ്വഭാവ രീതികളെ, നേച്ചറിനെ മാറ്റാൻ പോവുക. ഉദാഹരണത്തിന്, അധികമൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് നിങ്ങളെങ്കിൽ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയുമ്പോൾ നിങ്ങളല്ലാതായി ഒരു ഔട്ട്സ്പോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ ആയിട്ടെന്നുള്ള അർത്ഥത്തിലല്ല, മറ്റുള്ളവരോട് മിക്സ് ചെയ്യുന്ന, സംഭാഷണം നടത്തുന്ന, സോഷ്യലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും ഇടപെടുവാൻ ധൈര്യമുള്ള നമ്രമുഖികളായിട്ടുള്ളവരെ പുറത്തേക്കെടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്തോ ആരിലൊക്കെയോ വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ ആമയെ പോലെ, ഒരു ടോട്ടസിനെ പോലെ എല്ലാം അകത്തേക്ക് വലിഞ്ഞ് ഇരിക്കുന്ന ആ രീതികളിൽ നിന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുക. ക്യാരക്ടറിൽ തന്നെ ഒരു വ്യത്യാസം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഒരു അഴിച്ചുപണി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ചെയ്യാൻ പോവുക. വലിയൊരു കോൺഫിഡൻസ് കർത്താവ് തരും. എപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അകത്തോട്ടങ്ങ് ചെന്ന് കഴിയുമ്പോൾ മുഖഭാവം മാറും, വാക്കുകൾ മാറും, വൊക്കാബുലറി മാറും, സെന്റൻസുകൾ മാറും, ശബ്ദം മാറും, എല്ലാറ്റിലും ഒരു വലിയ മാറ്റം. നമ്മുടെ ദൈവം, സാധാരണ ഞാനൊരു കാര്യം പറയാം, ഏത് ദൈവത്തെ വിളിക്കുന്ന ആ ദൈവത്തെ പോലെയാകും നമ്മൾ. എൻ്റെ അർത്ഥം കുറേ ദൈവങ്ങളുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, മിഥ്യയായി സങ്കല്പമായ കുറേ ദൈവങ്ങളിവിടെ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ സങ്കല്പത്തിലുള്ള എന്തൊക്കെ പലതരത്തിലുള്ള ദൈവങ്ങളെയാണ് മനുഷ്യർ വിളിക്കുന്നത്. അതിൽ മൃഗങ്ങളുണ്ട്, പ്രപഞ്ചശക്തികളുണ്ട്, പക്ഷികളുണ്ട്, നിലത്തൂടെ ഇഴഞ്ഞു നടക്കുന്ന, റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ് ഉരകങ്ങളുണ്ട്. ഇതിനൊക്കെ ദൈവമാക്കി കാണുകയാണ്. ഞാൻ അങ്ങനെയുള്ളൊരു മൃഗത്തെ എൻ്റെ ദൈവമാക്കി മാറ്റിൽ ഞാൻ എൻ്റെ സ്വഭാവം മൃഗതുല്യമായി മാറും. തെളിവുകളുണ്ട്. ഏതൊക്കെയോ രീതികളിൽ മൃഗതുല്യ, എൻ്റെ ദൈവത്തെ പോലെ ഞാനാകും. അപ്പം ഞാനന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലേക്ക് ഒറ്റയടിക്കല്ലെങ്കിലും ഞാൻ നടന്ന് കയറണ്ടേ? പറഞ്ഞേ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ലൈവ് ചാറ്റിലിടുക. ഞാൻ എൻ്റെ ദൈവത്തെ പോലെ ആകും. യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ് നമ്മുടെ വിളി. 1 യോഹന്നാൻ 4:17 അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിൽ നാം അവനെ പോലെയാകുന്നു, യേശുവിനെ പോലെയാകുന്നു. വി ആർ ലൈക്ക് ഹിം ഇൻ ദിസ് വേൾഡ്. വി ആർ ലൈക്ക് ഹിം. അതിനാണ് വിളി. എന്ന് വെച്ചാൽ നമ്മൾ ദൈവമാകും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക്, നേച്ചറിലേക്ക്, പലതിലേക്കും ദൈവം നമ്മെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വളരെ ശക്തമായി എൻ്റെ അകത്തുനിന്ന് ദൂതുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരെയും പണിയുന്ന ചില വാക്കുകളാണ് പുറപ്പെടുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ഒത്തിരി വചനങ്ങൾ എടുത്ത് പറയുന്നില്ലെങ്കിലും ദൈവവചനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരുടെയും മാനസിക നിലവാരത്തെ കർത്താവ് മാറ്റാൻ പോകുന്നു. ബലഹീന മനസ്സുകളെ ബലമുള്ള മനസ്സുകളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പണിയാൻ പോകുകയാണ്. സെഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പറയുന്നു: സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് ദൈവത്തിൻ്റെ, യഹോവയുടെ അരുളപ്പാട്. അതൊന്നും ആരെങ്കിലും ലൈവ് ചാറ്റിലിട്ടെ, കമൻറ്റ് ബോക്സിലിട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നടക്കാൻ പോകുന്നത്. വേഗത്തിൽ ദൈവത്തോട് പറയുക: കർത്താവേ, അങ്ങയുടെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു വ്യക്തി
പിന്നെ ഒരു സൂപ്പർ ഹ്യൂമനായി മാറി. ഞാൻ സാധാരണ പറയാറുണ്ട്, ചില ഈ പ്രത്യേകിച്ച് പിള്ളേരൊക്കെ സൂപ്പർമാൻ ആകാൻ വേണ്ടിയിട്ട് സൂപ്പർമാൻ്റെ ഒക്കെ ഉള്ള ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്. ചിലർ ഷർട്ടിൻ്റെ അകത്ത് സൂപ്പർമാൻ്റെ ടീഷർട്ട് ഇട്ടേക്ക്, അപ്പം അകത്ത് എസ് വരുമ്പോൾ ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ വരും. പക്ഷേ യഥാർത്ഥത്തിൽ സൂപ്പർമാൻ ആകുന്നത് എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുമ്പിൽ സൂപ്പർ വരുന്നത് പരിശുദ്ധാത്മ വരുമ്പോഴാണ്. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ സൂപ്പർ നാച്ചുറലാണ്, നമ്മൾ നാച്ചുറലാണ്. പക്ഷെ സൂപ്പർ വരുന്നത് പരിശുദ്ധാത്മ വരുമ്പോഴാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വരുമ്പോൾ മാൻ്റെ മുമ്പിൽ സൂപ്പർ വരും, വുമൻ്റെ മുമ്പിൽ സൂപ്പർ വരും. സൂപ്പർമാൻ, സൂപ്പർ വുമൺ ആക്കി കർത്താവ് നമ്മെ മാറ്റും. പ്രാർത്ഥിച്ചാലോ? യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ ഇത് കാണുന്നവരെ, ഇപ്പോൾ ലൈവായി കാണുന്നവർ, ഇതിനുശേഷം റീപ്ലേ കാണുന്നവർ, എപ്പോൾ ഇതിൻ്റെ റെക്കോർഡുകൾ കണ്ടാലും ഈ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ, അതുപോലെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ പാച്ചസ് ഉള്ള ഇൻഫെക്ഷനുള്ള ആരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. ഹെർണിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ഹെർണിയ ഡിസപ്പിയർ ചെയ്യട്ടെ, വിടുതലുണ്ടാകട്ടെ, ട്യൂമറുകൾ മാറട്ടെ. അതുപോലെ നട്ടലിൻ്റെ ഡിസ്കുകളിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. കൈനീട്ടി പിടിക്കാം. ഏത് രോഗത്തിലും ഒരു വലിയ വിടുതൽ കർത്താവെ നീ നൽകുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ എല്ലാ ദിവസവും ഓർപ്പിക്കുന്നൊരു കാര്യം, ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള തംസ് അപ്പ് ചിഹ്നം ഒന്ന് പ്രസ് ചെയ്യുക. ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെന്ന് ചെയ്തു. ഒത്തിരി പേർക്ക് യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്യുക, എൻ്റെ അൽഗോരിതം അനുസരിച്ച് ഇത് പുഷ് ചെയ്ത് ഒത്തിരി പേർക്ക് കാണാനിടയാകും. ഒരു 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 രൂപ പോലും കൊടുക്കണ്ടല്ലോ. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു പാർട്ണറായി മാറാം. ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം BPP അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിലെ നമ്പർ വിളിക്കുക. മാസം തോറും ഒരു 500 രൂപയോ 1000 രൂപയോ ചെറിയ എമൗണ്ടുകളോ ദൈവിക ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നൊരു പദ്ധതിയാണത്. ഇതുകൂടാതെ ദിവസമുള്ള മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ബ്ലെസ്സിങ് ടുഡേ ചാനലിൻ്റെ പാർട്ണറായി നിങ്ങൾക്ക് മാറാം. പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ.